സൂക്ഷിച്ചിട്ടാണ് പിന്നെ ഇത് തുറന്നിട്ട് വേണ്ടെന്ന് വെച്ചു, ഇത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇതെന്ത് ചെയ്തു, നമ്മൾ ഇൻലെറ്റ് വാൽവ് ഓപ്പണിങ് ക്ലോസിങ്. അപ്പോൾ സപ്പോസ് ഹിയർ റൊട്ടേറ്റ് ദിസ്. Now the piston is at extreme position. എക്സ്ട്രീം പൊസിഷൻ. Extreme. This is the outer dead center. പിസ്റ്റൺ ഇപ്പോൾ എക്സ്ട്രീം ഔട്ടർ പോർഷനിലല്ലേ. ഈ ഔട്ടർ പോർഷനിൽ വരുമ്പോഴല്ലേ നമുക്ക് ഇത് പിസ്റ്റണാണ്, ഇത് ഇവിടെ നിന്ന് ഇവിടെ എത്തി. അപ്പോഴല്ലേ ഈ പിസ്റ്റൺ ഇതിങ്ങ് തള്ളി നിൽക്കുന്ന, ഇത് ഇങ്ങനെയല്ല, ഇത് ഇത്. അപ്പോൾ ഇത് ഔട്ടറിലേക്ക് വന്നു, ഈ പൊസിഷനാണിത്. അപ്പോൾ ഇത് ഇങ്ങേറ്റം നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഇങ്ങ് ഉള്ളിലേക്ക് പോരും. ദിസ് ഈസ് ദ സ്ലീവ്. ഇതൊരു സ്ലീവാണ്. ഇത് ദിസ് ഈസ് ദ സ്ലീവ് ആൻഡ് ദിസ് ഈസ് ദ പിസ്റ്റൺ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദ സിലിണ്ടർ ആൻഡ് ദ piston there is a liner. That is, suppose the piston is moving along with the cylinder, that is after some time wear and tear will occur. Then we have to remove the piston and insert another piston. That is very difficult. In order to avoid that, a sleeve is inserting in between piston and the cylinder. Suppose the wear and tear occur only in the sleeve, then we can remove that sleeve and insert another one. That is easy. Sir, ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എൻജിൻസിൽ കാറിലൊക്കെ ഉള്ള എൻജിൻ അത് പ്രാക്ടിക്കലാണോ? അതിലൊക്കെ റിമൂവ് ചെയ്യുക, അത് മൂവ് ചെയ്യണ കണ്ടിട്ടില്ല, റിമൂവ് ചെയ്യണ കണ്ടിട്ടില്ല. ചിലപ്പം കുറച്ച് വെയിറ്റ് ഒക്കെ ആണെങ്കിൽ അത്രത്തോളം ഫ്രിക്ഷനും അങ്ങനെ വരും. എന്നാലും ഈ എല്ലാ എഞ്ചിനിലും ഒരു സിലിണ്ടർ ലൈനർ ഉണ്ട്. ആ ലൈനർ മാറ്റുക. സാർ, ഇതിന്റെ ചുറ്റൊരു പിസ്റ്റൺ റിംഗും ഇല്ലേ? പിസ്റ്റൺ റിംഗ്, കംപ്രഷൻ റിംഗ്, ഓയിൽ റിംഗ്, അങ്ങനെ 3 റിംഗ് ഉണ്ട്. പിസ്റ്റൺ റിംഗ്, കംപ്രഷൻ റിംഗ്, ഓയിൽ റിംഗ്, ഇത് മൂന്ന് റിംഗ്. കംപ്രഷൻ റിംഗ് ആണ് പ്രഷർ റിംഗ് എന്ന് പറയുന്നത്. ദെൻ പോവാണ്. ഞാൻ ഓർത്തില്ല കേട്ടോ അതിൻ്റെ. ഓക്കെ ഓക്കെ ഓക്കെ. സർ, ഈ സ്ലീവ് ഇത്രയുള്ള അകം വരെ ഉണ്ടോ? അങ്ങനെ ഫുൾ സിലിണ്ടർ പിസ്റ്റൺ. സർ, അത് ഇതല്ലേ ഈ സാറ് പറഞ്ഞത്, നമ്മൾ വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞ് റിമൂവ് ചെയ്യേണ്ടത് ഈ 3 റിംഗ് അല്ല, അത് കൂടാണ്ട് വേറെ ഉണ്ടോ? ഇതാണ് സ്ലീവ്. ഈ സ്ലീവാണ് നമ്മൾ മാറ്റുന്നത്. അതാണ് മാറ്റുന്നത്. പിസ്റ്റൺ റിംഗുകളല്ല. ഒരു 10-50 വർഷമൊക്കെ ഓടി കഴിയുമ്പോഴേ അതിന്റെയൊക്കെ മാറ്റം. ഈ പിസ്റ്റൺ സ്ലീവാണ് മാറ്റുന്നത്. അപ്പൊ പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത് സിലിണ്ടർ 3, ഇത് 3 ആണ്. അപ്പൊ ഇത് രണ്ടും കംപ്രഷൻ റിംഗ് ആണ്, ഓർ പ്രഷർ റിംഗ്. പ്രഷർ ടൈറ്റ് ആക്കുന്നതിന് ദിസ് 2. ദിസ് ഈസ് ഓയിൽ റിംഗ്. ഇവിടെ നിന്ന് ഓയിൽ, ഈ ലൂബ്രിക്കേഷനുള്ള ഓയിൽ ഇവിടേക്ക് കടക്കരുത്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഓയിൽ റിംഗ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ പ്രഷർ റിംഗ്, അതായത് കമ്പസ്റ്റൻ നടക്കുമ്പോൾ പ്രഷർ ലീക്ക് ചെയ്ത് പോകരുത്, അതിനെ എയർ ടൈറ്റ് ആക്കണം. അതിനുവേണ്ടി ഇവിടെയുള്ള റിംഗാണ് കംപ്രഷൻ റിംഗ് ഓർ പ്രഷർ റിംഗ്സ്. ഇത് ഓയിൽ റിംഗ്. ഇവിടെ നിന്നുള്ള ഓയിൽ, ഫ്ലാഷ് ചെയ്ത് പോകുന്ന ഓയിൽ ഇവിടേക്ക് കടക്കണം. അപ്പോൾ അതിന് ഓയിൽ റിംഗ് ഇവിടെ, ഇത് കംപ്രഷൻ റിംഗ്. സർ, നമ്മൾ ഇതിന്റെ മുകളിൽ ഇടുന്ന റിംഗിന് കോമൺ ആയിട്ട് ഒരു പിസ്റ്റൺ റിംഗ് എന്നൊരു പേര് കൊടുത്തേക്കില്ല നമ്മൾ ഈ മെഷീൻ റിംഗിലൊക്കെ വരയ്ക്കുമ്പോൾ? ഇത് 3 കൂടെയാണ് പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത്. പിസ്റ്റൺ റിംഗും ഓയിൽ റിംഗും സെപ്പറേറ്റ് ആണ്. ആദ്യത്തെ 2 അത് പ്രഷർ റിംഗ് അല്ല.